കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത ഒത്തിരിയധികം വൈകി കേട്ടോ. അപ്പൊ വിശേഷം വരാനായിട്ട് 2 ദിവസമായിട്ട് നന്നായിട്ട് ലേറ്റ് ആവുന്നുണ്ട്. അപ്പൊ അത് വിശേഷം വന്നു കഴിഞ്ഞ ശേഷം കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണേ. അപ്പൊ നാളെ നമ്മൾ കാണാൻ പോകുന്ന ആ ഒരു വലിയ ട്വിസ്റ്റ് തന്നെയാണ്. ഗൗതമിനെ നന്ദേനെ അകറ്റാൻ വേണ്ടിയിട്ട് പിങ്കി തന്റെ അടുത്ത തന്ത്രം പ്രയോഗിക്കുകയാണ്. എങ്ങനെ നന്ദയുടെ കണ്ണീര് കാണണം, അത് മാത്രമാണ് പിങ്കിയുടെ ഉള്ളിലെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഗൗതത്തിനെ സ്വന്തമാക്കണം. അതിനു വേണ്ടിയിട്ട് മനഃപൂർവ്വം ഗൗതത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണ് ഗാഥയുടെ കാര്യം പറഞ്ഞ്. പിന്നീട് സഹിയായിട്ട് കഴിയുമ്പോഴത്തേനും ഗൗതം ഒരു തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നാളെ കാണാൻ പോകുന്നത്. എന്ന് തന്നെ അവസാനം ഗത്യന്തരമില്ലാതെ വന്നപ്പം നന്ദയോട് ഗൗതം സത്യങ്ങൾ തുറന്നു പറയാണ്. എന്നെ അവള് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് ഞാൻ അവള് പറയുന്നതെല്ലാം അനുസരിച്ച് അവളോടൊപ്പം നിൽക്കുന്നേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും പിരിഞ്ഞേക്കാം. ഇനിയിപ്പം നിന്നെ അവള് വേദനിപ്പിക്കുന്ന എനിക്ക് കാണാൻ പറ്റില്ല, സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നിന്റെ കണ്ണീര് കാണാനായിട്ടാ അവൾ ആഗ്രഹിക്കുന്നത്. നന്ദ പറഞ്ഞില്ല, ഒരിക്കലും ഇല്ല. എന്നെ എന്ത് വെള്ളം കാണിച്ചോട്ടെ, എന്ത് വെള്ളം പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല, ഞാനതൊക്കെ സഹിക്കും. പക്ഷെ ഗൗതം സാറിനെ വിട്ടു ഞാൻ പോകത്തില്ല. ഈ ഒരു കാര്യത്തിന്റെ പേരിൽ നമ്മൾ രണ്ടും പിരിയില്ല എന്ന് പറയാ. ഗൗതം നന്ദയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നന്ദയുടെ മനസ്സിലെ ആ അത്ര സങ്കടങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് മഞ്ഞുപോലെ അലിഞ്ഞ് ഇല്ലാതാവുകയാണ്. ഈ സമയം ലക്ഷ്മിയമ്മ മുറി ചെന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. നന്ദമൊക്കെ ഇതെന്ത് പറ്റി? പിങ്കിയുടെ കർണത്തടിക്കണമെങ്കിൽ അതിന് തക്കതായ കാരണമില്ലാതെ ഒരിക്കലും നന്ദമോൾ അങ്ങനെ ചെയ്യില്ല. പക്ഷെ എന്തിനാ ചെയ്തതെന്ന് അറിയത്തില്ല. പാവം നന്ദമോളെ താൻ കുറെ വഴക്കും പറഞ്ഞ് സോറിയും പറയിച്ചു. എന്തോ ഒരു പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. ഒരുപക്ഷെ ഗൗതമോനോട് കൂടുതലായിട്ട് പിങ്കി ഇടപെടുന്നതുകൊണ്ടാണോ ഇനിയിപ്പോൾ നന്ദമോൾക്കൊരു ടെൻഷനും കാര്യങ്ങളും, അതിന്റെ പേരിലാണോ ഒരു വഴക്കുണ്ടായത്? അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കാര്യം കാണുമല്ലോ, എന്താണെന്നൊന്നും അറിയത്തില്ല. ഈ ഇടയായിട്ട് ഈ കുടുംബത്തിൽ മൊത്തം പ്രശ്നങ്ങളാണ്. ഗാഥയും സുജാതയും വന്നതിന് ശേഷം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. മഹേശ്വരനാണെങ്കിൽ ആരോടൊന്നും അധികം സംസാരം പോലില്ല. ഇപ്പോഴാണെങ്കിൽ അരുന്ധതി ഏടത്തിനെ അന്വേഷിച്ച് പോയേക്കുക. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. ഏടത്തി എത്രയും പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു. ഏട്ടത്തി ഉണ്ടായിരുന്ന സമയത്ത് വീട്ടിൽ ഇത്രയ്ക്കും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. എന്ത് പ്രശ്നം വന്നാലും ഏട്ടത്തി അതിനെ തരണം ചെയ്തേനും. ഇങ്ങനെയൊക്കെ ലക്ഷ്മിയമ്മ ഇരുന്നിട്ട് ലക്ഷ്മിയമ്മയുടെ ഉള്ള മനസ്സമാധാനം പോവാണ്. പിന്നീട് പിങ്കിയുടെ അടുത്തേക്ക് പവിത്ര വരുന്നുണ്ട്. പവിത്ര വന്നിട്ട് ചോദിച്ചു, അല്ല പിങ്കി ചേച്ചി, ഞാൻ ഈ കേൾക്കണമൊക്കെ സത്യമാണെന്ന് ചോദിക്കുക. എന്താ? അല്ല, പിങ്കി ചേച്ചി പറഞ്ഞ ഉടനെ ഗൗതമായിട്ട് സമ്മതിച്ചോ സാന്ദ്രനെ കേസിൽ നിന്ന് ഒഴിവാക്കാന്ന്? അതെന്താ പവിത്ര അങ്ങനെ ഒരു ചോദ്യം? അല്ല, ഗൗതമേട്ടന്റെ സ്വഭാവം ആയതുകൊണ്ട് ഞാൻ ചോദിച്ചാ. അല്ല, നന്ദേച്ചി ഇത് അറിഞ്ഞില്ലേന്ന് ചോദിക്കണം. നന്ദ അവളുടെ വാക്കിന് ഇവിടെ ആര് വില കൊടുക്കുന്നു? ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം എന്തും അനുസരിക്കുന്നു പറയാം. എന്തും അനുസരിക്കോ? എന്തും അനുസരിക്കും, ഉറപ്പായിട്ടും അനുസരിക്കും. പവിത്രയ്ക്ക് മനസ്സിലായി എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പിങ്കി ചേച്ചി പറയുന്നത് ഗൗതമേട്ടൻ അനുസരിക്കുന്നത്, അല്ലെങ്കിൽ അനുസരിക്കാൻ വഴിയില്ല. അതെന്താ പിങ്കി ചേച്ചി അങ്ങനെ പറഞ്ഞ? എന്തേലും കാര്യം ഉണ്ടോന്ന് ചോദിക്കും. കാര്യമൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാവർക്കും വഴിയേ മനസ്സിലായിക്കോളൂ എന്ന് പറയാം. പിന്നീട് മോഹിനി അങ്ങോട്ട് വന്നു. മോഹിനി വന്നിട്ട് ചോദിച്ചു, അല്ല പിങ്കി മോളെ, എന്തായി കാര്യങ്ങള്? ആ നന്ദയുടെ കൊമ്പൊടിഞ്ഞോന്ന് ചോദിക്കുകയാണ്. അത്യാവശ്യം കൊമ്പൊടിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നന്ദ ഈ വീട്ടിൽ നിന്ന് പുറത്താവെന്ന് പറയാം. അതൊന്ന് കേട്ടാൽ മാത്രം മതി. അവൾ ഈ കുടുംബത്തിലേക്ക് വന്ന് കയറിയാൽ പിന്നെ ഈ കുടുംബത്തിന്റെ സ്വസ്ഥത സമാധാനം മൊത്തം നശിച്ചത്. എത്രയും പെട്ടെന്ന് മോളവിടെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. എന്ത് സഹായം വെള്ളം ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറയാം. ഇതേ അരുന്ധതിയടുത്തെ അന്വേഷിച്ച മഹേശ്വരേട്ടൻ പോയിട്ടുണ്ട്. എങ്ങോട്ടാ പോയത്? അതെ, അരുന്ധതിയടുത്ത് അന്വേഷിച്ച് പോയിട്ടുണ്ടെന്ന്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഒരു പക്ഷേ ഇനി വല്യമ്മേനെ തിരിച്ചു കൊണ്ടുവരാനായിരിക്കും. എവിടെയുണ്ടെങ്കിലും അന്വേഷിച്ച്. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, അത് നല്ലൊരു കാര്യമാണല്ലോ. പക്ഷെ പിങ്കിയുടെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ട്. വന്നിട്ടുണ്ടെങ്കിൽ തന്റെ കാർന്നൂത്തി സ്ഥാനം പോകും. അത് മാത്രമല്ല, ഇപ്പൊ ഒരു പക്ഷെ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വല്യമ്മ വന്നിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അതിപ്പോ എന്താ ചെയ്യുന്നതെന്നൊരു പിങ്കിയുടെ ഉള്ളിൽ ആ സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഈ സമയം ഗൗതം വല്ലാത്ത ടെൻഷനിലായിരിക്കും. ഇനിയിപ്പോൾ എന്തായിരിക്കും അടുത്തത് അവളുടെ പ്ലാന്? അവൾ ഇനി എന്ത് വെച്ചാൽ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ ഗൗതത്തിനടുത്ത് നന്ദ വന്നിട്ട് ഒരു കാര്യം ചെയ്യാം, നാളെ നമുക്ക് ഏലപ്പാറയ്ക്ക് പോയാലോ എന്ന് ചോദിക്കുക. അല്ല, അതെന്താ പെട്ടെന്ന് അങ്ങനെ? അല്ല, അന്ന് പോകാൻ പറ്റിയില്ലല്ലോ. അപ്പൊ അച്ഛൻ അരിയിൽ പോയിന്ന് വിഷമങ്ങളും വേദനകളൊക്കെ പറഞ്ഞ ഒന്ന് പ്രാർത്ഥിച്ചു വരുവാൻ മനസ്സിനൊരു സമാധാനം. അതിനെന്താ, നമുക്ക് പോയേക്കാലോ, ഒരു കുഴപ്പമില്ലെന്ന് പറയണ. അങ്ങനെ വീണ്ടും അവരാ പ്ലാനിങ്ങുകളൊക്കെ നടത്തുവാണ്. പക്ഷെ അവര് പോകുന്നുണ്ടെന്ന് അറിഞ്ഞ ഈ പ്ലാന് പിങ്കി അറിഞ്ഞു. പിങ്കിയോട് കൈയോടെ എല്ലാ വിവരവും ചെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആൾ പവിത്രയാണല്ലോ. എന്ത് വിവരമുള്ളതും ചെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ പിങ്കി പറഞ്ഞു, അവരുടെ പോക്ക് ഇത്തവണ നടക്കത്തില്ല, ഉറപ്പായിട്ടും അവർ പോകത്തില്ലെന്ന് പറയണം. അല്ല, പിങ്കി ചേച്ചി എന്ത് ചെയ്യുമ്പോൾ അതൊക്കെ കണ്ടോളാൻ പറയാണ്. അങ്ങനെ ഗൗതം അങ്ങോട്ട് വരുന്ന സമയത്ത് ഗൗതത്തിനോട്, ഗൗതം എനിക്കൊരു സ്ഥലം വരെ പോകണം, എനിക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറയാം. അല്ല, എങ്ങോട്ടാ പിങ്കി പോകണ്ടേ? അതൊക്കെ ഞാൻ പറയാം.
പോകേണ്ട കാര്യങ്ങളൊക്കെ പറയാം, എൻ്റെ കൂടെ വരണമെന്ന് പറയാം. പിങ്കി എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയാം. വരണമെന്ന് പറഞ്ഞാൽ വരണം, ഇല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. ഗൗതത്തിന് സങ്കടമാണോ ദേഷ്യമാണോ, ഇവളെ കൊണ്ട് ഒരു സമാധാനമില്ല. അമ്മയ്ക്ക് വേണ്ടി മാത്രം താൻ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ആരാണെങ്കിലും അടിച്ച് കർണം പോയിക്കായിരുന്നു, വേറെ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും. പക്ഷെ അമ്മയുടെ ജീവൻ അപകടത്തിലാണ്. അതുകൊണ്ട് മാത്രം സഹിക്കാവുന്നതിനൊരു പരിധിയുണ്ട്. പരിധി വിട്ടുപോകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, നന്ദയ്ക്ക് ഇതെല്ലാം അറിയാം. പക്ഷെ നന്ദയും സഹിക്കുക. കാരണം സത്യങ്ങളോ ഒളിപ്പിക്കാണ്ട് രണ്ടുപേരും കിടന്ന് പെടാപ്പാട് വിടുക. ഇനി തങ്ങൾ കാരണം ലക്ഷ്മിയമ്മയുടെ ജീവിതത്തിന് ഒന്നും സംഭവിക്കരുത്, ആ മനസ്സ് വേദനിക്കരുത്. കാരണം എല്ലാവരെയും അത്രമാത്രം അധികം സ്നേഹിക്കുന്ന ആളാണ് ലക്ഷ്മിയമ്മ. ആ ലക്ഷ്മിയമ്മയുടെ മനസ്സ് നൊന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് പോലും ക്ഷമിക്കാൻ പറ്റില്ല. അതൊക്കെ ഓർക്കുമ്പോൾ പിങ്കി പറയുന്ന ഓരോ കാര്യങ്ങളും അനുസരിക്കാനാ നന്ദയ്ക്കും പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഗൗതത്തിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഗൗതം അകത്തേക്ക് കയറി വരുവാണ്. അങ്ങനെ വന്ന് ഇരുന്ന് കഴിയുമ്പോൾ നന്ദ ഇങ്ങോട്ട് എന്ത് പറ്റി ഗൗതം സാറെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. പിന്നീട് പിങ്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം. നന്ദയ്ക്ക് വിഷമായി. സാരമില്ല, പോട്ടെ, പിന്നീട് ഒരിക്കൽ പോകാന്ന് പറയാം. എന്നാലും അവള് കാരണം ആ സാരമില്ലെന്നേ, നമ്മുടെ കാര്യത്തിനല്ല ഇവിടെ പ്രാധാന്യം കൊടുക്കണ്ടേ. ഇപ്പൊ പ്രാധാന്യം കൊടുക്കേണ്ട പിങ്കിക്കാണ്. അറിയാലോ, നമ്മൾ എത്ര കാലത്ത് ഒളിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഒളിച്ചു വെക്കണം. അതിനു മുമ്പ് നമുക്ക് എന്തേലും ഒരു തീരുമാനം എടുക്കണം, എന്തേലും ഒരു കാര്യം ചെയ്യണം. എങ്കിൽ മാത്രം നമുക്ക് ഈ ഊരാക്കുടിക്കുന്ന രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഈ സമയം ഗാഥയല്ലോടെ വന്നേ. ഗാഥനെ കണ്ടപ്പോഴത്തേന് നന്ദ പെട്ടെന്ന് ഇറങ്ങിച്ചിട്ട്, അല്ല സുജാത ആന്റി എന്നെ എടുക്കുക, അമ്മ ഉറങ്ങുവാന്ന് പറയാണ്. പിന്നീട് ഗാഥ നന്ദനെ വിളിച്ചിട്ടങ്ങ് പോവാ. എന്ത് പറ്റും നന്ദേച്ചി? ഗൗതമേട്ടനുമായിട്ട് നന്ദേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കുക. എനിക്കൊരു പ്രശ്നമില്ല. അല്ല, കഴിഞ്ഞ ദിവസം അവിടെ ബഹളമൊക്കെ കേട്ടു, എനിക്ക് അത് കുറച്ച് ഓർത്തുമ്പോൾ നല്ല ടെൻഷനുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നോണ്ടല്ലേ ഇപ്പം നന്ദേച്ചിയുടെ സമാധാനം പോയില്ലേ. അങ്ങനെയൊന്നും മോള് കരുതണ്ട, അതൊന്നും കുഴപ്പമില്ലാന്ന് പറയാം. എന്നാലും എനിക്ക് നല്ല ടെൻഷനുണ്ട്. ആ പിങ്കി ചേച്ചി ഭയങ്കര സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. ആ പിങ്കി ചേച്ചി നന്ദേച്ചിയുടെ ജീവിതം താർക്കുമെന്ന് എനിക്ക് ടെൻഷനുണ്ട്. ഞങ്ങൾ എങ്ങോട്ടേലും പൊക്കോളാം, ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് അയക്കൂ. വാടക വീടെങ്കിൽ വാടക വീട്, ഇല്ലെങ്കിൽ ചെമ്പമ്മേടെങ്കിൽ ചെമ്പമ്മേട്. ബാലാജിയുടെ ആൾക്കാരെ എന്തെങ്കിലും ചെയ്യുവാണ് ചെയ്തോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഇവിടെ നിന്നിട്ട് നന്ദേച്ചിയുടെ ജീവിതം ഗൗതമേട്ടൻ്റെ ജീവിതം തകരാൻ സമ്മതിക്കില്ല എന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, കുറച്ച് നാളോട് കഴിയട്ടെ. അതെ, സുജാത ആന്റിക്ക് നന്നായിട്ട് ഭേദമായിട്ട് മതി. ഇപ്പൊ ലക്ഷ്മിയമ്മ തക്കാലത്തിന് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അത് മാക്സിമം അറിയാതെ നോക്കേണ്ട ഞങ്ങളുടെ കടമയാണ്, ഞങ്ങൾ നോക്കിക്കോളാം. ഇനിയിപ്പോ സുജാത ആന്റിയും മോളും ഒന്നും പറയാതിരുന്നാൽ മതി. ഇവിടെ വേറെ ആരും സത്യങ്ങളൊന്നും അറിയരുത്. ആ പവിത്ര അവളെങ്ങാനും ഇത് എന്തേലും ഒരു ക്ലൂ കിട്ടിയാൽ മതി. അവള് പിന്നെ ഈ വീട് മുഴുവൻ മാത്രമല്ല, നാട് മുഴുവനും കൂടെ അവള് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കും. അതൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല നന്ദേജി. വല്ലാത്ത ടെൻഷൻ ആണെന്നുണ്ടെന്ന് പറയാം. സാരമില്ല, ധൈര്യമായിട്ടിരിക്കാതെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഗാഥനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്തും ഗാഥനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ നന്ദയുടെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ടായിരുന്നു. എന്ത് സംഭവിക്കും ഏത് സമയം. പിങ്കി എന്ന് പറഞ്ഞൊരു ബോംബാണ്. അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അവൾ എപ്പോഴാ പൊട്ടിത്തെറിക്കുന്ന പറയാൻ പറ്റില്ല. ഒരുപക്ഷെ തന്റെ കണ്ണീരും അതോടൊപ്പം തന്നെ ഗൗതം സാറിനെ സ്വന്തമാക്കാനായിരിക്കും അവളുടെ തീരുമാനം. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി, ഗൗതം സാറിനെ താൻ വിട്ടുകൊടുക്കലെന്ന് നന്ദ മനസ്സിൽ കരുതി. ഈ സമയം പിങ്കി നേരെ ഗൗതത്തിനെ വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞൊരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി പറഞ്ഞു, അല്ല ഇവിടെ നിർത്താം, നമുക്ക് ഇവിടെ കുറച്ചു നേരം ഒന്ന് വർത്താനം പറയാന്ന് പറയാം. അല്ല ഇവിടെ എന്താ നിർത്തിയത്? ഇവിടെ ഇറങ്ങാം, ഇവിടെ കുറച്ച് കാറ്റുമൊക്കെ ഉണ്ട്, നമുക്ക് നിന്ന് സംസാരിക്കലോ. എന്നോട് സംസാരിക്കുന്നതിന് ഗൗതമിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന ഒരു പ്രധാന കാര്യം പറയാനാന്ന് പറയണം. നീ എന്തിനാ പിങ്കി എപ്പോഴും എന്നെ ഇങ്ങനെ വന്ന് ശല്യം ചെയ്തോണ്ടിരിക്കുന്നത്? കുറെ ദിവസമായി നിന്റെ കയ്യിലൊരു കാരണം കിട്ടിയെന്ന് ഓർത്തോണ്ട് അത് വെച്ച് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് കേട്ടോ. ഞാൻ സഹിക്കാവുന്നതിനും പരിധിയാണ് സഹിച്ചോണ്ടിരിക്കുന്നത്. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? നീ സ്വിച്ച് ഇടുമ്പോൾ നിന്റെ ഒപ്പം നിന്ന് ചലിക്കുന്നൊരു പാവയാണ് ഞാനെന്നോ? പക്ഷെ അത് നിന്റെ വെറും തോന്നല് മാത്രമാ. ഞാനൊരു പോലീസ് ഓഫീസറാ. ആ ഒരു ഇതെങ്കിലും നീ എനിക്ക് താ. ഇപ്പൊ നിന്റെ വിചാരം ഞാൻ ഏതാണ് നിന്റെ കളിപ്പാവയാന്നോർത്താ നീ ഇരിക്കുന്നത്. അതെ, എനിക്കായിട്ട് ദൈവം ഒരു അവസരം കൊണ്ടെത്തന്ന, അപ്പൊ ഞാനത് മാക്സിമം വിനിയോഗിക്കേണ്ടേ ഗൗതം ചോദിക്കാണ്. പിങ്കി, നീ കാണിക്കുന്നുണ്ടല്ലോ ശരിക്കും നെറുകാടാ. നീ എന്താ കാണിക്കുന്നറിയോ? നീ ശരിക്കും എൻ്റെ അനുജന്റെ ഭാര്യ. ആ ഒരു ചിന്ത നിനക്ക് എപ്പോഴും വേണം. പക്ഷെ ഇപ്പൊ നീ പ്രവർത്തിക്കുന്ന, എനിക്ക് നന്ദയുണ്ട്, നന്ദ എൻ്റെ ഭാര്യയാണ്. എനിക്ക് അവളോട് ഒരു നന്ദിയും കടപ്പാടും ഉണ്ട്. ഒരു കാലത്ത് നിന്നെ ഞാൻ പ്രണയിച്ചിരുന്നു, സത്യം തന്നെയാ. വിവാഹം കഴിക്കാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എൻ്റെ അനുജന് നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന അറിഞ്ഞ നിമിഷം തന്നെ ഞാൻ നിന്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയതാ. അതല്ലേ ചെയ്യേണ്ടത്. പക്ഷെ നീ ഇപ്പൊ ചെയ്യുന്ന എന്താ? ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാ പിങ്കി എന്ന് പറയാണ്. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, അല്ല നന്ദ ഭാര്യയാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണല്ലോ ഗൗതം നന്ദയ്ക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. ഗൗതം കെട്ടിയ താലി നന്ദയുടെ കഴുത്തിലും ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഗൗതം ചിന്തിക്കണം, എൻ്റെ കഴുത്തിൽ ഇപ്പോഴും കിടക്കുന്ന അർജുൻ കെട്ടിയ താലിയാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടി തീരുമാനിച്ചു, ആ താലി അങ്ങോട്ട് അഴിച്ചു മാറ്റാനായിട്ട്.
താലി അഴിച്ചു മാറ്റണോ? നിനക്ക് എന്റെ പ്രാന്തായ പിങ്കിന്ന് ചോദിക്കണം. അതെ, ഒരിക്കലും വരാത്ത ഒരാൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിലും വന്നാലും ഒരിക്കലും ഞങ്ങൾ രണ്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ പോകുന്നില്ല. അത് ഞാൻ ആ അർജുനോട് ആദ്യം തന്നെ പറഞ്ഞേക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അർജുൻ തിരിച്ചു വരത്തുമില്ല. വന്നാലും അയാളെ ആർക്ക് വേണം? എനിക്ക് വേണ്ടതാനും. എനിക്ക് ആവശ്യം ഗൗതത്തിനെയാണ്. ഗൗതം കെട്ടിയ താലി എൻ്റെ കഴുത്തി വേണ്ടെന്ന് പറയാം. ഗൗതം പിങ്കി എന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. അതെ, ഗൗതം എൻ്റെ കഴുത്തെ താലി കെട്ടണമെന്ന്. കഴുത്തി താലി ആർത്തി എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കണമെന്ന്. ആ താലി വേണം എൻ്റെ കഴുത്തിൽ കിടക്കാനെന്ന്. ഒരു നിമിഷം ഗൗതത്തിനും എന്താ ചെയ്യേണ്ട എന്താ പറയേണ്ടതെന്നുള്ള അവസ്ഥയായിപ്പോയി. ഭൂമി പിളർന്നു പോകുന്ന പോലെ തോന്നി. ഇവളുടെ കർണം അടിച്ചങ്ങ് പൊട്ടിച്ചാലോന്ന് തോന്നി. ഒരു പക്ഷെ ഇവളെ കൊന്നിട്ട് ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല. ഇവളെ പോലെ ഒരിടത്തിൽ ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഗൗതത്തിന് അങ്ങനെയാ തോന്നുക. എങ്കില് തൻ്റെ അമ്മയെങ്കിലും രക്ഷപ്പെടും. പെട്ടെന്ന് ഗൗതമിനോട് ചോദിച്ചു, എന്താ ഗൗതം സമ്മതമല്ലേ എന്ന് ചോദിക്കുകയാണ്. ഗൗതം പറഞ്ഞു, പിങ്കി ഞാൻ സഹിക്കാവുന്നതിനും ക്ഷമിക്കാവുന്നതിന് അപ്പുറമാണ് നിൽക്കുന്നത്. ഇനി ഒരക്ഷരം നീ മിണ്ടിയിട്ടുണ്ടെങ്കിൽ നീ ഞാൻ കൊന്നു കളയുമെന്ന് പറയണം. ഇത് കേട്ടെന്ന് പിങ്കി പറഞ്ഞു, എന്നാ ശരി, ബാക്കി കാര്യം നമുക്ക് കാണാം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് നിങ്ങളോട് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ സമനില തെറ്റിയ പോലെ ഗൗതം നിൽക്കുകയാണ്. പിങ്കിയുടെ ബ്ലാക്ക് മെയിൽ കുറെ കൂടുന്നുണ്ട്. ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം എന്ത് സംഭവിക്കും എന്നൊക്കെ. ഇപ്പം നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആയിട്ടാണോ വരുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. വരുമ്പം തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.